കുട്ടികളുടെ അച്ഛനമ്മമാരെ ഞാൻ വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഗവൺമെന്റ് സ്കൂൾസിലൊക്കെ ചെയ്യുന്ന നല്ലൊരു ഇനിഷ്യേറ്റീവാണ് കുട്ടികൾക്ക് 6 മാസം കൂടുമ്പോൾ ആൽബൻഡസോൾ ടാബ്ലറ്റ് ഡീവോമിങ്ങിനായിട്ട് കൊടുക്കുന്നത്. എന്താണ് ഡീവോമിങ്? ഡീവോമിങ് എന്ന് പറയുന്നത് കുടലിലുള്ള റൗണ്ട് വേം, ഹുക്ക് വേം, പിൻ വേം എന്നീ വേംസിനെ പുറന്തള്ളാൻ വേണ്ടി മരുന്ന് കൊടുക്കുന്നതിനാണ് നമ്മൾ ഡീവോമിങ് എന്ന് പറയുന്നത്. കൂടുതലും ഇത് കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡീവോമിങ്ങിന്റെ ആവശ്യം എന്താണ്? കൃത്യമായ രീതിയിൽ കുട്ടികൾ കഴിക്കുന്ന ന്യൂട്രീഷൻ ശരീരത്തിൽ അത് അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് അനീമിയ ഉണ്ടാവുന്ന കുട്ടികൾക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ച, അതുപോലെ ഹൈറ്റ് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി, കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന വയറുവേദന, ഛർദി, വയറിളക്കം, അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിൽ പറയുക, ഇങ്ങനെയുള്ള പല സിംറ്റംസും ഒഴിവാക്കാനാണ് നമ്മൾ ഡീവോമിങ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ഡീവോമിങ് ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത്? കൂടുതലും 2.5 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അതുപോലെ മുതിർന്നവരാണെങ്കിൽ കൂടുതലും ചെരുപ്പില്ലാതെ അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള സാനിറ്റേഷൻ, അതായത് പുവർ ഹൈജീൻ ഉള്ളവർക്ക് നിർബന്ധമായും ഡീവോമിങ് ചെയ്യേണ്ടതാണ്. പിന്നെ പല പേരൻസും ചോദിക്കുന്ന ഒരു സംശയമാണ്, എന്റെ കുട്ടിക്ക് ഡീവോമിങ് ചെയ്യാനായോ, അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ സിംറ്റംസ്? കൂടുതലും കുട്ടികൾ കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് അടിക്കടിക്ക് ഉണ്ടാവുന്ന വയറുവേദന, അല്ലെങ്കിൽ മലദ്വാരത്തിൽ ഉണ്ടാവുന്ന ചൊറിച്ചില്, അല്ലെങ്കിൽ രാത്രി പല്ല് കടിക്കുന്ന സ്വഭാവം, ഉറക്കത്തിനിടയിൽ വരണ്ട ചുമ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുക, ഇതൊക്കെയാണ് ടിപ്പിക്കലായിട്ട് കുട്ടികൾ പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ്. WHO അതുപോലെ മറ്റ് നാഷണൽ പ്രോഗ്രാംസ് അനുസരിച്ച് കുട്ടികൾക്ക് എല്ലാ 6 മാസം കൂടുമ്പോഴും ഡീവോമിങ്ങിനുള്ള മരുന്ന് മേടിച്ചു കൊടുക്കേണ്ടതാണ്. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ പേരൻസിലേക്ക് ഇത് എത്തിക്കുക. എപ്പോഴും പറയുന്ന പോലെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.